ഇറാനെതിരെ യുഎസ് ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി മുൻ കോൺഗ്രസ് അംഗം മജൂരി ടൈലർ ഗ്രീൻ. നിർണായക യുദ്ധകാര്യ സമിതികളിൽ ഇക്കാര്യം ചർച്ച ചെയ്തതായി അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൃത്യമായ സൂചന ഇക്കാര്യത്തിൽ ലഭിച്ചുവെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. നിർണായക വെളിപ്പെടുത്തലാണ് മുൻ യുഎസ് ജനപ്രതിനിധി സഭാംഗമായ മജൂരി ടൈലർ ഗ്രീൻ നടത്തിയിരിക്കുന്നത്. യുദ്ധം സംബന്ധിച്ച അമേരിക്കയുടെ ചർച്ചകളിൽ ആണവ ആക്രമണം സംബന്ധിച്ച പദ്ധതി ആസൂത്രണം ചെയ്തതായാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. കൃത്യമായ സൂചനകൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. എന്നാൽ മതിയായ തെളിവുകളൊന്നും ഇറാനിൽ ആണവാക്രമണം നടത്തുന്നത് സംബന്ധിച്ച് ഇവർ പുറത്തുവിട്ടിട്ടുമില്ല. ആണവാക്രമണത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മജൂരി ടൈലർ ഗ്രീൻ. ലോകം മുഴുവനും ഇത്തരം നീക്കങ്ങളെ ചെറുക്കണമെന്നും അവർ കുറിപ്പിൽ പറയുന്നു. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണവും ഹോർമൂസ് തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാക്കി പ്രഖ്യാപിക്കുമെന്ന നിലപാടും നൽകുന്ന സൂചനകൾ ഇവരുടെ അവകാശവാദത്തെ ഒട്ടൊക്കെ സാധൂകരിക്കുന്നുണ്ട്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ ശക്തമായ എതിർപ്പ് ആണവാക്രമണങ്ങൾക്കെതിരെ ഉയർത്തും എന്നതും വസ്തുതയാണ്. അവസാനമായി ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് അമേരിക്ക ആണവായുധം പ്രയോഗിച്ചത്. അടുത്ത തവണ ഇറാനിലായിരിക്കുമെന്ന സൂചനയാണ് ഇവർ നൽകുന്നത്. മുൻ റിപ്പബ്ലിക് പാർട്ടി അംഗമായിരുന്നു മജൂരി ടൈലർ ഗ്രീൻ. ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സ്വതന്ത്രയായി തുടരുകയാണ്. ഈ രാഷ്ട്രീയ പശ്ചാത്തലവും ഇവരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചർച്ചയാകുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.